ഇന്ന് കുറച്ച് തിരളിയപ്പം ഉണ്ടാക്കിയാലോ? ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് തിരളിയില കിട്ടി. ഇവിടെ ഒന്നും തിരളിയില കിട്ടാനില്ല. മഴയല്ലേ, വീട്ടിലെല്ലാവർക്കും തിരളിയെന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പോഴാകുമ്പോൾ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് കുട്ടികളെല്ലാം വീട്ടിലുണ്ട്. ഇതുണ്ടാക്കാനെടുത്തപ്പോൾ പുറത്ത് നല്ല മഴ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഈ തിരളി ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ നാട്ടിൽ ഈ തിരളിയില ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാവും തിരളി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അല്ലേ? ഇതുണ്ടാക്കാൻ ഗോതമ്പ് പൊടിയും ഏലയ്ക്ക് നല്ല പാളയം തോടൻ പഴവും വേണം. കറുത്ത ശർക്കര തന്നെ എടുത്താൽ നല്ല സ്വാദും നല്ല നിറവും കിട്ടും. ചിരകിയ തേങ്ങയും കുറച്ച് നെയ്യും കൂടിയൊക്കെ ചേർത്ത് നന്നായി കുഴച്ച് തിരളിയില കുമ്പിൾ കുത്തി ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല തിരളിയപ്പം സ്വാദോടെ ആസ്വദിച്ച് കഴിക്കും. ഇവിടെ കുട്ടികൾക്ക് ദിവസേന എന്തെങ്കിലുമൊക്കെ വേണം. വീട്ടിൽ നിന്നാൽ എപ്പോഴും വിശപ്പ് തന്നെ. ബേക്കറി പലഹാരങ്ങൾ കൊടുക്കുന്നതിലും നല്ലതല്ലേ ഇതുപോലെയുള്ള നല്ല നല്ല പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്? വറുത്തതും പൊരിച്ചതും ഒന്നും കുട്ടികൾക്ക് കഴിവതും കൊടുക്കാതിരിക്കുന്നേ നല്ലത്. എന്നാൽ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഇഷ്ടം കേട്ടോ. എന്ത് ചെയ്യാനല്ലേ, ഉച്ചയൂണ് കഴിഞ്ഞുള്ള സമയത്താണ് ഈ തിരളി ഉണ്ടാക്കുന്നുള്ള പ്ലാനൊക്കെ ഇട്ടത്. അപ്പോൾ തൊട്ട് അവന്മാർ എനിക്ക് ഒരു സമാധാനവും തന്നിട്ടില്ല. കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും ഇത് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. എൻ്റെ രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. തിരളിയൊക്കെ കഴിച്ച് മക്കൾ ട്യൂഷന് പോയി. ഞാൻ എൻ്റെ അടുത്ത ജോലിയിലേക്കും പോകാനൊരുങ്ങിയാണ്. വൈകിട്ട് എല്ലാവർക്കും കാപ്പി മതി. എന്തെങ്കിലും വല്ല ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും. ഇനി അതിൻ്റെ ആലോചന, ഇനി എന്തുണ്ടാക്കണമെന്നുള്ള ടെൻഷന്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മഴയൊക്കെ അല്ലേ, നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കേ. അപ്പോൾ ശരി, ബായ്.